ഞാൻ ഡോക്ടർ ധന്യയാണ്. ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. BAMS കഴിഞ്ഞതിന് ശേഷം വിതിൻ 1 ഇയർ കോവിഡിന് മുന്നേ വരെ നല്ല രീതിക്ക് പ്രാക്ടീസ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് പിന്നെ ലോക്ക്ഡൗണും കൺസെപ്ഷനും ബെഡ് റെസ്റ്റും അങ്ങനെയെല്ലാം വന്ന് ടോട്ടൽ കരിയർ ബ്രേക്ക് ആയിപ്പോയി. ഇത് നമുക്ക് ആയുർവേദത്തിൽ എന്ത് ചെയ്യാൻ പറ്റും ഫർദർ എന്നുള്ളത് ഒന്നുമേ അറിയാത്തൊരു ലെവലായിരുന്നു. ആരുമായിട്ടും കണക്ഷൻസ് ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ സെർച്ച് ചെയ്ത് വന്നപ്പോഴാണ് നമുക്ക് പഞ്ചകർമ്മയുടെ ആ മെഡ്മാപ്പിൻ്റെ അഡ്വാൻസ്ഡ് ഡിപ്ലോമ ഇൻ ആയുർവേദ പഞ്ചകർമ്മയുടെ കോഴ്സിനെ പറ്റി ഞാൻ കണ്ടത്. അതിനകത്ത് ഞാൻ ജോയിൻ ചെയ്തു. ദ സെയിം ടൈം തന്നെയാണ് ഞാൻ കോസ്മെറ്റോളജിയുടെ കോഴ്സിനും കൂടെ എൻറോൾ ചെയ്തത്. അനില മാഡം ആക്നെ ക്ലാസ് എടുത്ത സമയത്ത് പറഞ്ഞു നമുക്കൊരു പേഷ്യൻ്റ് വരുമ്പോൾ ഞാനും നേരത്തെ ഡാൻഡ്രഫ്, പിമ്പിൾ ഇങ്ങനെ മാത്രമേ എഴുതുകയുള്ളായിരുന്നു. അവരുടെ സ്കിന്നിൽ അത് എന്താണ്, അത് പസ്റ്റ്യൂളാണോ, അത് മാക്യൂളാണോ, പാപ്യൂളാണോ, ഇങ്ങനെയൊന്നും തിരിച്ചറിഞ്ഞിരുന്നില്ല. അതെന്താണെന്ന് സ്റ്റഡി ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും അത് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അറിയത്തില്ലായിരുന്നു. ബട്ട് ഇങ്ങനെ ക്ലാസ്സസ് ഇത് കേട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ഓരോ ലീഷൻസ് അവർക്ക് വരുന്നത് എന്താണ്, അത് ഊസിങ് ആണോ, അതിൻ്റെ ദോഷ പ്രിഡോമിനൻസ് എന്താണ്, കുറച്ചും കൂടി ഡീപ്പർ അനാലിസിസ് ചെയ്യാൻ പറ്റിയത് ഈ ഒരു കോഴ്സിനകത്ത് നിന്ന് കിട്ടിയ ആ ഒരു എക്സ്പോഷർ, ആ ഫാക്കൽറ്റീസ് നമുക്ക് ഷെയർ ചെയ്ത് തന്ന നോളേജ്, ആ ഒരു ഇൻഫർമേഷനിൽ കൂടെ തന്നെയായിരുന്നു. അപ്പം ഇപ്പോൾ ഒരു ഹാൻഡ്സ് ഓണിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ മനസ്സിൽ ഇപ്പം നമ്മുടെ ജസൂൽ സാറ് മാർക്കറ്റിങ്ങിനെ പറ്റിയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ അതിലെങ്ങനെ എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് എൻ്റെ ക്ലിനിക്കും കൂടെ എനിക്കൊന്ന് ബൂസ്റ്റ് ചെയ്യണം എന്നൊരു താല്പര്യമുണ്ട്. അപ്പോൾ അത് ഫർദർ എനിക്ക് ഡെവലപ്പ് ചെയ്യണമെന്ന് നല്ലൊരു ആഗ്രഹമുണ്ട്. അത് എനിക്ക് ഒരു ഫെർട്ടിലിറ്റി ആൻഡ് ബ്യൂട്ടി ക്ലിനിക് എന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്. അത് ഡെവലപ്പ് ചെയ്യണം എന്നുണ്ട്. അതെങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ സാറ് പറഞ്ഞപ്പോൾ ഒരുപാട് ഐഡിയാസ് മനസ്സിലേക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ എനിക്ക് ഫർദർ ഇനി ചെയ്യാം, ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്നുള്ളൊരു തോന്നലിൽ കോൺഫിഡൻസ് നല്ലോണം കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇനി മുന്നോട്ട് ധൈര്യമായിട്ട് തന്നെ നമുക്ക് പോകാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഐ തിങ്ക് നോട്ട് ജസ്റ്റ് മീ, ഇവിടെ വന്ന എല്ലാവർക്കും തന്നെ കിട്ടിയിട്ടുണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. സോ ഐ എം റിയലി ഹാപ്പി ഈ ഒരു വർക്ക്ഷോപ്പിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതിൽ ഐ എം വെരി വെരി ഹാപ്പി ആൻഡ് റിയലി താങ്ക്ഫുൾ ടു മെഡ്മാപ്പ്, ജസൂൽ സർ ആൻഡ് ദി ഫാക്കൽറ്റീസ്. താങ്ക് യു സോ മച്ച്.